അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവശക്തനായ ജഗന്നിയന്താവിന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും എന്ന പദത്തിന്റെ അർത്ഥം പീസ് ബി അപ്പോൺ യു എന്നാണ്. അമ്പലത്തിൽ കടക്കുമ്പോൾ അവിടെ ഓം ശാന്തി എന്ന് എഴുതി വച്ചിട്ടുണ്ടാകും. അസ്സലാമു അലൈക്കുമിന്റെ മറ്റൊരു രൂപമാണ് ഓം ശാന്തി. പീസ് എന്നത് വളരെ മനോഹരമായൊരു പദമാണ്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, കിടക്കാൻ ഇടമുണ്ട്, സമാധാനമില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ പരിഹാരം ഉണ്ടാവില്ല. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. പവർഫുൾ മാൻ ആയിരുന്നു എല്ലാവർക്കും. പക്ഷെ ഉള്ളിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അദ്ദേഹം അനുഭവിച്ചിരുന്നു. ഹു വിൽ ക്രൈ വെൻ യു ഡൈ റോബിൻ ശർമ്മയുടെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഹു വിൽ ക്രൈ വെൻ യു ഡൈ. ഞാൻ മരിക്കുമ്പോൾ ചിലർ കരയാനുണ്ടാകുക എന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ ലോകമൊത്തം അങ്ങനെ കാണുന്നത്, കൃഷ്ണഭഗവാനെയും രാമനെയും അങ്ങനെ കാണുന്നത്, മുഹമ്മദ് നബിയെ അങ്ങനെ കാണുന്നത്, അവരെല്ലാം അവർക്ക് ലഭിച്ച കുറച്ചു ടൈം, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ എങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. പൂന്താനം പാടുന്നുണ്ട്. ഞാൻ ഗുരുവായൂരിന്നാണ് വരുന്നത്. തന്റെ ജ്ഞാനപ്പാന എഴുതുന്നത് അവിടെ വെച്ചാണ്. ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി എന്നത് ഒരാളുടെ ജീവിതത്തിൽ ഐക്യുവിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത് ദി എബിലിറ്റി ടു യൂസ് യുവർ നോളജ് ടു ടേക്ക് ഗുഡ് ഡിസിഷൻ. ന്യൂ ജനറേഷൻ ഇല്ലാതെ പോകുന്നത് അതാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധപം എന്നും പൂന്താനം പാടുന്നുണ്ട്. ശശികുമാർ സാർ എന്നെ ക്ഷണിച്ചപ്പോ ഇത്ര ഗംഭീരമായ ഒരു പരിപാടിയാണെന്ന് ഞാൻ നനച്ചിരുന്നില്ല. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഈ കൂടിയിരിക്കുക എന്ന് പറയുന്നത്. ഡയലോഗ്. രാത് സേ രാത് തക് ബാത് ചലേ, ആഖിർ തക് മുലാഖാത്ത് ചലേ. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു ഹിന്ദി കവി പാടിയതാണത്. രാത് സേ രാത് തക് ബാത് ചലേ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഏകജീവി മനുഷ്യനാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ആഖിർ തക് മുലാഖാത്ത് ചലേ, കാണുക. ഒരാളിനെ മറ്റൊരാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു വൈബ്, ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലാണ്. എന്റെ തൊട്ടടുത്താണ് ബിഷപ്പ് ഉള്ളത് എന്ന് ഇവിടെ വച്ചാണ് ഞാൻ അറിയുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ തൊട്ടടുത്തുണ്ടാകും പലതും. ആൽക്കമിസ്റ്റ് എന്ന മനോഹരമായൊരു നോവലുണ്ട് പൗലോ കൊയ്ലോയുടെ. അതിൽ അദ്ദേഹം ശിഷ്യനോട് പറയുന്നുണ്ട്, തന്റെ കയ്യിൽ ചെറിയ ഒരു പാത്രത്തിൽ എണ്ണ കൊടുത്ത് ആശ്രമമൊക്കെ കണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എണ്ണ തുളുമ്പി പോകരുത് എന്നൊരു നിർദ്ദേശവും വെച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഗുരു ചോദിച്ചു, എല്ലാം കണ്ടോന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല, കാരണം എണ്ണ തൂവി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന്. ഈശ്വരനെ കാണാൻ കഴിയുക എന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യം. എങ്ങനെയാണ് ഈശ്വരനെ കാണുക? എന്നെ കണ്ടാൽ മതി എന്നാണ്. എന്നെ കണ്ടാൽ നിന്നെ കണ്ടു, നിന്നെ കണ്ടാൽ എല്ലാം കണ്ടു എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടുന്നുണ്ട്. മഹാത്മജിയെ പോലെ ലോകത്ത് മറ്റൊരു മഹാത്മജി ഇല്ല. രണ്ട് യേശു ക്രിസ്തുവില്ല, രണ്ട് മുഹമ്മദ് നബിയില്ല, രണ്ട് രാമനില്ല, രണ്ട് കൃഷ്ണനില്ല. എല്ലാം ഒന്നാണ്. എങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഈ അത്ഭുതം, ഈ യൂണിവേഴ്സ്
അതിനെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ ഇത് ഈശ്വരനെ കാണാൻ സാധിക്കും. ആ ഗോഡ്, ആ ഓൾമൈറ്റി, അവരുടെ അടിമകളാണ്, സിട്ടികളാണ് നമ്മളെല്ലാവരും. ഒരു ദിവസം നമ്മൾ മരിക്കും, എന്നാണെന്നറിയില്ല. മരിച്ച് യാത്രയാകുമ്പോൾ ആ അവസാന നിമിഷം എനിക്ക് ലഭിച്ച ആയുസ്സിൽ ഞാൻ ചിലതൊക്കെ ചെയ്തു. ശശികുമാർ സാർ മരിക്കുമ്പോൾ ആ സന്തോഷം ഉണ്ടാവും. ഈ എഫേർട്ട് വല്ലാത്തതാണ്. പക്ഷെ ഇതിന്റെ അവസാനം അനുഭവിക്കുന്ന ഒരു ഹാർമണിയുണ്ട്, ഇന്റേണൽ ഹാർമണിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇഫ് യു ഹാവ് ദി റിയൽ ഡിസയർ, ദി ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾ. ശശികുമാർ സാർ അങ്ങനെയാണ്. ഇങ്ങനെ ഒരു വേൾഡ് പീസ് സമ്മിറ്റ് ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ആശയം അത് അദ്ദേഹം നടപ്പാക്കി. എനിക്കും നിങ്ങൾക്കൊക്കെ അത് സാധിക്കും. ഇഫ് ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ. എല്ലാവിധ ഭാഗങ്ങളും ഒരു ഖുർആനിൽ ഒരു ആയത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. ഓ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരെ, നിങ്ങൾ വരൂ, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം, പരസ്പരം ഡയലോഗ് പങ്കുവയ്ക്കാം. എന്നെ നിനക്കും നിന്നെ എനിക്കും അറിയാനുള്ള അവസരമാണ് ഇത്തരം ഡയലോഗുകൾ. ഇതാണ് ലോകത്തെ ഏറ്റവും പവർഫുള്ളായ വെപ്പൺ. പീസിനുള്ള, സമാധാനത്തിനുള്ള ഏക ആശ്രയവും ആയുധവും ഇതാണ്. ആ വലിയ ആയുധമാണ് യഥാർത്ഥത്തിൽ ശശികുമാർ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഇത്തിരിവട്ടം അങ്ങനെ കത്തിപ്പടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ പ്രത്യാശയുടെ നാളുകൾ, വരാനിരിക്കുന്ന നാളുകളെ ആ അർത്ഥത്തിൽ പ്രത്യാശയോടെ നമുക്ക് കാണാൻ ശ്രമിക്കാം. ഒരു കവിത കൂടി പാരായണം ചെയ്ത് ആലപിച്ച് ഞാൻ നിർത്തുകയാണ്. വെറുതെ യാത് ചെയ്കം അടുത്തുള്ളോരെ കണ്ടാൽ പൊഴിക്കാനൊരു ചിരി ചുണ്ടിലിന്നെനിക്കില്ല. ശുദ്ധത തുളുമ്പുന്ന സ്നേഹത്തിൽ കുളിർപ്പിക്കും ഗംഗയും യമുനയും എന്നുള്ളിൽ വറ്റിപ്പോയി. പൂക്കളോ ചിരികളോ പൂത്തിടാത്തൊരു തരം അന്തകവിത്തായി തീർന്നൻ മനസ്സും മസ്തിഷ്കവും. സർവശക്തൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.